അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 തൊട്ട് 4 വരെയുള്ള കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ചാപ്റ്റർ 144 ആണ്. അപ്പോൾ അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഷിനോബുവിനെ ഡോമ കൊല്ലുന്നിടം വരെയായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമുക്ക് ടാൻജിറോയും ഗിയോയും കാണാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്ന വഴിക്ക് ടാൻജിറോൻ്റെ ഫ്ലോർ ഇളകിയിട്ട് ടാൻജിറോ താഴേക്ക് പോകണം. അപ്പോഴത്തേക്ക് ഗിയോ പറയുന്നുണ്ട് ഇത് നമ്മളെ സെപ്പറേറ്റ് ആക്കാനുള്ള തീരുമാനമാണ്, നമ്മൾ മാക്സിമം ഡീമൺ ഹണ്ടേഴ്സുമായിട്ട് മൂസാൻ്റെ അടുക്കലോട്ട് എത്തണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സിമ്പിളൊക്കെ കഴുത്തിലുള്ളൊരു കാക്ക അവിടേക്ക് പറന്നു വരികയാണ്. എന്നിട്ട് കാക്ക പറയുന്നുണ്ട് ഷിനോബു അപ്പർ മൂൺ ഡീമനുമായിട്ട് മത്സരിച്ചിട്ട് മരിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടാൻജിറോ ഞെട്ടി അവിടെ തരിച്ച് നിൽപ്പുണ്ട്. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് അവളുടെ കുറേ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഓടി മറിയുന്നുണ്ട്. ആ കാക്കയുള്ള സംഭവം എന്ന് വെച്ചാൽ അതിന് ഉബയാഷിക്കയുടെ മൂത്ത മകനും അവരുടെ 2 മക്കളോട് ചേർന്നിട്ട് മെസ്സേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് വേറെ ചില പർപ്പസുകളൊക്കെ ഉണ്ട്. അതിന് കഴുത്തിലാണെങ്കിൽ ഒരു വിയേർഡായിട്ടുള്ള പേപ്പറിൽ വ്യത്യസ്ത തരത്തിലുള്ള മാർക്കുകളൊക്കെ ഉണ്ട്. ആ മാർക്ക് വെച്ചിട്ടാണ് ഇവർ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ആ ഇൻഫിനിറ്റി കാസിന് മൊത്തം ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ആ കാക്കകളാണ്. അടുത്ത ഷോട്ടിൽ 8ാമത്തെ വയസ്സിൽ തന്നെ ഉബയാഷിക്കി ഫാമിലി ഏറ്റെടുക്കേണ്ട വന്ന ഉബയാഷിക്കിയുടെ മോനായിട്ടുള്ള കിരിയ ഉബയാഷിക്കിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ 2 മക്കളായിട്ടുള്ള കൂനയും കനാറ്റയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെറുക്കനെ പെണ്ണുങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് യുഷിറോൻ്റെ അടുക്കൽ നിന്ന് ബോറോ ചെയ്ത കണ്ണുകൾ ആ ക്രോ പകുതി ഹണ്ടേഴ്സിനെങ്കിലും ഡെലിവറി ചെയ്തെന്ന്. അപ്പോൾ അവരവിടെ നിന്ന് പറയുന്നുണ്ട് ഇല്ല ഇതുവരെ അത് ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ട് അവൻ്റെ ഓൾഡർ സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഹിനാക്കി നിച്ചിക്കയും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവർ അമ്മയുടെ കൂട്ടാൻ ഇവർ അച്ഛൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ചെറുക്കനെ കാണിക്കുന്നുണ്ട്. ചെറുക്കൻ പറയുന്നുണ്ട് ആ കാക്കകളുടെ ഇൻഫർമേഷൻ കൊടുക്കുക, വേഗത്തിൽ എത്രയും പെട്ടെന്ന് ഐസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞപാടെ കാണിക്കുന്നത് നമ്മുടെ സെനിറ്റ്സുവിനെയും അപ്പർ മൂൺ ഡീമനായിട്ടുള്ള കൈഗാക്കുനെയാണ്. എന്നിട്ട് കൈഗാക്കു സെനിറ്റ്സുവിനൊക്കെ പറയുന്നുണ്ട് നീ ഒട്ടും മാറിയിട്ടില്ലല്ലോ, ഇപ്പോഴും നീ ആ പഴയ ഉളതനാണല്ലോ, നീ ഇപ്പോൾ ഒരു പില്ലറാണോ? കമോൺ സെനിറ്റ്സു, നിനക്ക് ഫസ്റ്റ് ഫോം അല്ലാതെ വേറെ എന്തെങ്കിലും യൂസ് ആക്കാൻ അറിയോ? എന്നിട്ട് നിന്നെ അവർ പില്ലറാക്കിയോ? നീ ഇപ്പോഴും പഴയതുപോലെ വീക്കർ തന്നെയാണ്. അപ്പോൾ സെനിറ്റ്സു കൊണ്ടൊക്കെ പറയുന്നുണ്ട് റാങ്കിങ്ങിൽ ഏറ്റവും താഴെയാണേലും നീയും അപ്പർ മൂൺ ഡീമൻ തന്നെ ആണല്ലോ, അതിൽ വലിയ കാര്യമുണ്ട്. അപ്പോഴത്തേക്ക് കൈകാക്ക് പറയുന്നുണ്ട് ഓ നിനക്കിപ്പോൾ തിരിച്ച് സംസാരിക്കാനൊക്കെ അറിയല്ലേ. എന്നിട്ട് സെനിറ്റ് സൗണ്ടറൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ഡീമനായത്? ഞങ്ങളെല്ലാവരും നീ റൈറ്റ്ഫുൾ ആയിട്ടുള്ള സക്സസർ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നീ ഇതിൻ്റെ സക്സസർ ആകുന്നത്? നീ ഒരു ഡീമനായിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാ ഒരിക്കലും മരിക്കില്ലായിരുന്നു. സംഗതി എന്ന് വെച്ചാൽ ഇവരുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള പുള്ളി ഇവരുടെ സക്സസറായിട്ട് മറ്റേ കൈകാക്കുനായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അധികം വിലയൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവൻ പോയി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഡീമനായിട്ട് അങ്ങ് മാറി. ഇതറിഞ്ഞ പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ ട്രഡീഷൻ അനുസരിച്ച് ഒരാൾ സെപ്പോക്ക് ചെയ്താൽ, അതായത് സൂയിസൈഡ് പോലെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഒരാൾ കഴുത്തിൽ കത്തി വെച്ചിട്ട് അത് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ പെയിൻ അനുഭവിക്കാതെ ചാകണം. അപ്പോഴത്തേക്ക് സെനിറ്റ്സ് ചോദിക്കുന്നുണ്ട് നീ കാരണം പുള്ളിക്കാരൻ ഡെഡ് ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ തല കെട്ടിയാൻ പോലും അവിടെ നിന്ന് ആരുമില്ലായിരുന്നു, അതുകൊണ്ട് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഡെത്താണ് എൻ്റെ അപ്പൂപ്പൻ അവിടെ അനുഭവിച്ചത്. അപ്പോഴത്തേക്ക് കൈകാക്കു പറയുന്നുണ്ട് ആ കിളവൻ എങ്ങനെ ചത്താലും എനിക്കെന്തുവാ, അതൊന്നും എൻ്റെ ഒരു പ്രശ്നമേ അല്ല, അങ്ങേരെ അതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒന്നോർത്താൽ ഞാനിപ്പോൾ ഉള്ളത് എന്നെ വാല്യൂ ചെയ്യുന്നവരുടെ കൂടാണ്, അല്ലാതെ സെനിലായിട്ടുള്ള വട്ടി പിടിച്ച കിളവന്മാരുടെ കൂടെയും ചില വേസ്റ്റുകളുടെ കൂടെ ഒന്നുമല്ല. അപ്പോഴത്തേക്ക് സെനിറ്റ്സ് ചൂടാകുകയാണ്. സെനിറ്റ്സ് എന്നൊരു പറയുന്നുണ്ട് ഞാനൊക്കെ വേസ്റ്റ് ആണെങ്കിൽ നീ അതിലും ബോറാടാ, ഗ്രാൻഡ് പായ്ക്ക് നിന്നെ സക്സസർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം, നിനക്കൊട്ടും കഴിവില്ലെന്ന് മനസ്സിലാക്കിയ ഗ്രാൻഡ് പ മരിച്ചത്. അപ്പോഴത്തേക്ക് കൈകാക്കു റേസായിട്ട് തണ്ടർ ബ്രീത്തിൻ്റെ 4th ഫോമായിട്ടുള്ള ഡിസ്റ്റന്റ് തണ്ടർ ഉപയോഗിക്കുകയാണ്. അപ്പോഴത്തേക്ക് സെനിറ്റ്സ് വാളെടുക്കുന്നതായിട്ട് കാണാം. പെട്ടെന്ന് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാണ്. നമ്മളിലേക്ക് ആർക്കാണ് ഈ വെട്ടുകൊണ്ടത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ സെനിറ്റ്സ് പറയുന്നുണ്ട് ടൂ സ്ലോ, അതായത് കൈകാക്കുവിൻ്റെ തോള് നോക്കി സെനിറ്റ്സ് ഒരു 1.5 വെട്ടങ്ങ് വെട്ടി. അപ്പോൾ കൈകാക്കു ചിന്തിക്കുന്നുണ്ട് ഇവൻ എന്നെ കട്ട് ചെയ്തു, ഇതെങ്ങനെ? ഇവനൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സണെ പോലാണല്ലോ മൂവ് ചെയ്യുന്നത്, ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ വെച്ചാണ് നമ്മുടെ 144 ചാപ്റ്റർ എൻഡ് ആകുന്നത്. അപ്പോൾ ഇനി മുമ്പത്തെ പാട്ട് കണ്ടിട്ടില്ലേ നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കയറി നോക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.